നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നണി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. DCC പ്രസിഡന്റ് VS ജോയിയും ആര്യടൻ ഷൌക്കത്തുമാണ് കോൺഗ്രസിന്റെ പട്ടികയിലുള്ളത്. രാഷ്ട്രീയ ബലാബലത്തിൽ ഇരു മുന്നണികൾക്കും ഒപ്പത്തിനൊപ്പം സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരു തീവാറും പോരാട്ടമാകുമെന്നുള്ളത് കൂടിയുണ്ട്. ഇന്നിപ്പോൾ വിജ്ഞാപനമടക്കം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ജൂൺ 19-നാണ് ഇനിയിപ്പോൾ നിലമ്പൂരിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ജൂൺ 23-ന് ഫലം അറിയാൻ സാധിക്കും. ശേഷിക്കുന്ന ഇനി ഏകദേശം ഒരു 25 ദിവസങ്ങൾ മാത്രമാണ്. ഇത്തരത്തിൽ MLA രാജിവെച്ചൊരു ഘട്ടത്തിലാണ് നിലമ്പൂർ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കടക്കുന്നത്. തികച്ചും അടുത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളടക്കം ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടം കൂടിയാണ് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ ഈ മുന്നണികളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ തന്നെ അണിയറയിൽ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ 25 ദിവസങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 25 ദിവസങ്ങൾ മാത്രമാണ്. അത്തരത്തിലുള്ള തിരക്കിട്ട നീക്കങ്ങളൊക്കെ തന്നെയാണ് അണിയറയിൽ നടക്കുന്നത് എന്നതുകൂടിയുണ്ട്. ഈ രണ്ടാം പിണറായി സർക്കാർ സ്ഥാനമേറ്റതിനു ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂർ വേദിയാകാൻ പോകുന്നത്. KT സ്വാലിഹ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സ്വാലിഹ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ കൂടുതലായും ചർച്ച ചെയ്യേണ്ടത്. ഏത് രീതിയിലാണ് നിലമ്പൂർ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സ്വീകരിക്കുന്നത്? സ്വാലിഹ, അതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാവും. പെരുമാറ്റച്ചട്ടം ജില്ലയിൽ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്ത് മത്സരിച്ചേക്കുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. ഉച്ചയോടെ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം വരും. നേരത്തെ നമുക്കറിയാം, PV അൻവറിൻ്റെ ഒരു സാന്നിധ്യം ഈ മണ്ഡലത്തിൽ UDFന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. കാരണം അദ്ദേഹത്തെ UDFനൊപ്പം സഹകരിപ്പിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് ഏത് തരത്തിലെന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴുമായിട്ടില്ല. VS ജോയിയെ, DCC പ്രസിഡന്റ് കൂടിയായ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടാണ് PV അൻവർ തുടക്കം മുതൽ സ്വീകരിച്ചു വന്നിരുന്നത്. അത് മുഖവിലക്കെടുക്കാതെയാണ് ഇപ്പോൾ ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം. എന്നാൽ ഏത് ചെകുത്താൻ വന്ന് മത്സരിച്ചാലും പിന്തുണക്കുമെന്നാണ് PV അൻവർ ഇതിനോട് പ്രതികരിച്ചത്. കാരണം UDFനെ ജയിപ്പിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ആരെ വേണമെങ്കിലും സഹകരിക്കാൻ തയ്യാറാണ് എന്ന് PV അൻവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലമ്പൂരിൽ UDFനകത്ത് വലിയ പ്രതിസന്ധികൾ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് 2 പേർ, ജില്ലയിലെ പ്രമുഖരായ 2 പേർ, DCC പ്രസിഡന്റും ഒപ്പം ഈ KPCC ജനറൽ സെക്രട്ടറിയായ ആര്യാടൻ ഷൌക്കത്തും തുടക്കം മുതൽ ഈ സീറ്റിനായി രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയാവട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നേരത്തെ തന്നെ കടന്നിട്ടുണ്ട്. ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞിരുന്നു. പഞ്ചായത്തുകളുടെയൊക്കെ ചുമതല നേതാക്കൾക്ക്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കുൾപ്പെടെ നൽകിക്കഴിഞ്ഞിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സംബന്ധിച്ച പ്രഖ്യാപനവും തൊട്ടടുത്ത ദിവസം തന്നെ ഉണ്ടാവുമെന്നാണ് ഇന്നലെ നേതാക്കൾ പ്രതികരിച്ചത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, നിലമ്പൂരിലെത്തിയ വികസന നേട്ടങ്ങൾ, നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെ ഇവിടെയുള്ള പ്രാദേശികമായി എത്തിയ വികസന നേട്ടങ്ങളെല്ലാം ഉയർത്തിക്കാണിക്കാനുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ അനുകൂല ഘടകമാവുമെന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. ഒപ്പം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ രാഷ്ട്രീയ വഞ്ചന കാണിച്ച നിലവിലെ MLA ആയിരുന്ന PV അൻവറിനെതിരെയുള്ള ഒരു വികാരം മണ്ഡലത്തിലുണ്ട്. അതെല്ലാം ഇടതിന് അനുകൂലമാവുമെന്ന ഒരു കണക്കുകൂട്ടൽ ഇടതുമുന്നണിക്കുമുണ്ട്. BJP ആവട്ടെ സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. കൂടുതൽ പേരും, ഈ നേതാക്കളിൽ കൂടുതൽ പേരും സ്ഥാനാർത്ഥി വേണ്ടെന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ NDAക്കും സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇടതുമുന്നണിയും വലതുമുന്നണിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് നിലമ്പൂർ. അതിൻ്റെ ഒരു രാഷ്ട്രീയ ചൂട് ഇപ്പോൾ തന്നെ മണ്ഡലം അതിലേക്ക് കടന്നിട്ടുണ്ട്. ആതിര, ശരി, വ്യക്തമാണ്. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.